ഹലോ മലയാളി മക്കളെ, വണക്കം. ടിക്കറ്റ് ടു ഫിനാലയുടെ സെക്കൻഡ് റൗണ്ട് ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ടാസ്ക് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അരുണും റാണുവായിരുന്നു കേട്ടോ. ഇനി സെക്കൻഡ് ടാസ്ക്കാണ് ലെവൽ 1 തുടങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ലെവൽ 1 ലെവൽ 2 എന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഗാർഡൻ ഏരിയയിൽ ഫോട്ടോ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ ഫോട്ടോ എടുക്കുക, ഓടി വന്ന് ബെല്ലടിക്കുക, കാരണം പറയുക, കത്തിച്ച് കളയുക. ഇതാണ് ടാസ്ക് കേട്ടോ. മുത്തുക്കുമർ നല്ല രീതിയിൽ ചെയ്തുവെങ്കിലും പിന്നീട് റയാനാണ് കേട്ടോ കയറി വരുന്നത്. അങ്ങനെ ടോപ്പ് 5 ആയിട്ട് വരുന്നത് മഞ്ജരിയും പവിത്രയും ജാക്ലീനും റയാനും സൗന്ദര്യയും കൂടെയാണ്. ഇവർക്കെല്ലാം 1, 2, 3, 4, 5 അങ്ങനെ പോയിൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അതിൽ റയാനാണ് കേട്ടോ ജയിച്ചത്. അത് കഴിയുമ്പോൾ ലെവൽ 2 എന്ന് പറഞ്ഞ് ഒരെണ്ണം തുടങ്ങുന്നുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ വരണം എന്നുള്ളത് കൊണ്ടാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. അതായത് വിശാലോ അരുണോ, അത് പൊതുവേ ഉള്ളൊരു നമുക്ക് കണ്ടുവരുന്നത്, ഇത്രയും നാളായിട്ട് കണ്ടുവരുന്നതിൽ വെച്ച് അരുണോ വിശാലോ ആയിരിക്കണം. ആദ്യത്തെ ഒരു ടാസ്കിൽ അരുണാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അരുണ് പോയതുകൊണ്ടും വിശാല് വരാത്തത് കൊണ്ടും റയാൻ ആയതുകൊണ്ടും ലെവൽ 2 വെച്ചതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ലെവൽ 2-ൽ ടോപ്പ് 5 അവരൊരു ഗ്യാങ് പോലെയും ബാക്കിയുള്ളവരെല്ലാം ഒരു ഗ്യാങ് പോലെയാണ് കേട്ടോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പം ഇവർ 5 ആയി കഴിഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടോ വ്യക്തിപരമായിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെത്താനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് കളിച്ചപ്പം അതിൽ മുത്തുക്കുമരൻ തന്നെ ആദ്യം ഔട്ടായി പോകേണ്ട സാഹചര്യം വന്നു. കാരണം റാണവ് അതിൻ്റെ നമ്മുടെ ബെല്ലടിക്കാനുള്ള ഹാമ്പർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിൽ ചെറിയ വാക്ക് തർക്കം ഉണ്ടായിരുന്നു. കാരണം ഫോട്ടോ എടുത്തിട്ട് വേണം നമ്മൾ ബെല്ലടിക്കാൻ വേണ്ടി തുടങ്ങാൻ. ഇത് ആദ്യമേ റാണവ് അവിടെ പോയിട്ട് അതെടുത്ത് നിൽക്കുകയാണ്. അത് കാരണം അരുണ് വേറെ വഴിയില്ലാതെ ബെല്ലടിച്ചിട്ട് മുത്തുക്കുമറിൻ്റെ കൊടുക്കണം. ഒന്നുമില്ല, അരുണ് കൃത്യമായിട്ട് ഗെയിം പ്ലാൻ ചെയ്താണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അരുണിൻ്റെ മുഖത്തും എല്ലാം കൂടെ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് വന്നിട്ട് വിശാലാണ് കേട്ടോ. ടോപ്പ് 3-ൽ വന്നിരിക്കുന്നത് ദീപക്, വിശാൽ, റാണവായിരുന്നു. അതിൽ വിജയിച്ചിരിക്കുന്നത് വിശാലാണ് കേട്ടോ. അവരുദ്ദേശിച്ച ആൾ തന്നെ വിന്നായിട്ടുണ്ട്. അങ്ങനെ ടാസ്ക് 2-ൽ വിന്നായിരിക്കുന്നത് വിശാലാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ലൈറ്റ്സ് ഓൺ മൂന്നാമത്തെ ടാസ്ക് തുടങ്ങുകയാണ്. അതായത് ഒരു എല്ലാവരുടെ പേര് ഉള്ള ബോക്സ് ഉണ്ടാവും കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ലൈറ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എത്തിക്കുത്തി അത് പിടിച്ച് നിൽക്കണം. അപ്പോൾ നമ്മളിങ്ങനെ തൊടുമ്പോൾ ലൈറ്റ് ഓൺ ആയിരിക്കും. അതായത് ഹോൾഡിങ് ടാസ്ക് അതുണ്ടായിരുന്നു. അത് കുറേ നേരം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം മുത്തുക്കുമർ, ദീപക്, വിശാൽ ഇതായിരുന്നു ടോപ്പ് 3 ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വിശാലാണ് കേട്ടോ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ആർക്കാണ് ടിക്കറ്റ് ടു ഫിനാലെ കൊടുക്കാൻ വേണ്ടി ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.